ഹായ് ഓൾ. നാളത്തേക്കുള്ള നിഫ്റ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവൽസും ട്രേഡ് സെറ്റപ്പുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഇന്നത്തെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈലിന്റെ ഓപ്പണിംഗ് നമ്മൾ നോക്കുമ്പോൾ ഇത് കുറച്ചൊരു കൺഫ്യൂഷൻ ഉള്ള ഡേ ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇന്നത്തെ ഒന്ന് ശരിക്കും നമുക്കൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. നിഫ്റ്റിയിൽ നമുക്കൊരു ഒരു ബയേഴ്സിന്റെ സ്ട്രെങ്ത് ഉണ്ടായിരുന്നു ഓപ്പണിംഗിൽ. പക്ഷെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, കഴിഞ്ഞ ദിവസം അതായത് 27 മാർച്ചിലെ നമ്മൾ ആ ഒരു ദിവസത്തെ മാർക്കറ്റിന്റെ ഒരു ഡൗൺ സൈഡിലേക്കുള്ള ഒരു സ്മാർട്ട് മണി ആക്ടിവിറ്റി, അതായത് ഒരു ഓഡി കണ്ടീഷണൽ ഓപ്പണിംഗ് ആയുള്ള ഒരു ഡേ ആണ്. നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ സെല്ലേഴ്സ് ഉണ്ടാകുമെന്ന് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അപ്പം വരും ദിവസങ്ങളിലാണെങ്കിലും നിങ്ങൾ നോക്കുക, ഈ ഒരു ലെവലിന്റെ മുകളിലാണ് നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നത്. കാരണം ഈ ഒരു ഏരിയയിൽ സ്മാർട്ട് മണി ആക്ടിവിറ്റി നടന്നൊരു ഏരിയയാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ഒരു ലെവൽ നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽ അതേ ലെവൽ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് 23,166 മുകളിൽ ഒരു നല്ലൊരു ഹൈ വോളിയത്തിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇനി അപ്സൈഡിലേക്ക് ഒരു മൊമെന്റം വരാനുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഞാൻ ഈ ഒരു ഏരിയ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് 23,1172, 23,166 ഫ്യൂച്ചറിന്റെ ലെവലാണ്. അപ്പൊ ഞാൻ നേരെ സ്പോട്ട് പ്രൈസിന്റെ ചാർട്ടിലേക്ക് പോവാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞ ലെവൽസ് തന്നെ ഉള്ളു, വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നാളെ മാർക്കറ്റിലെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട്, ഒരു സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഈ ഒരു ഏരിയ ആണ് 21,950 മുതൽ 23,054 ലെവല് ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്കറ്റിൽ ആക്ട് ചെയ്യും. അപ്പം ഇന്ന് മാർക്കറ്റ് ആ ഒരു ഏരിയയിൽ നിന്നാണ് പ്രൈസ് റിജക്ട് ചെയ്തത്. ഓക്കെ, അപ്പം നാളെ നമുക്ക് ഇതേപോലെ തന്നെ പ്രൈസ് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ പ്രൈസ് റിജക്ട് ചെയ്ത് താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഈ ലെവൽ 22,800 ലെവൽ മാർക്ക് ചെയ്യുക. അതേപോലെ നാളെ ഒരു ഡൗൺ സൈഡിലേക്ക് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു ലോ കട്ട് ചെയ്ത് പോകുമ്പോഴാണ്. അതായത് 22,635 ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ഉണ്ട്, 22,465. അതുപോലെ തന്നെ 22,367 ഒരു ലെവൽ, ചെറിയ ലെവലാണ്. അതുപോലെ ഇത് കുറച്ച് ചെറിയ സ്ട്രോങ് ലെവലാണ്, 22,290 മുതൽ 22,240 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ലെവൽസ് ആണ്. അപ്പൊ ഇതിന് താഴെയായിട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ഏരിയയിലേക്ക് എത്താനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഇവിടെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. അപ്പം ഈ 21,965 മുതൽ 21,745 ലെവല് നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. സ്ട്രോങ് സപ്പോർട്ട് സോൺ ആണ് ഇവിടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി കറക്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അപ്പം ഈ ഏരിയയിൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ സഡൻ ആയിട്ട് മാർക്കറ്റ് ബൗൺസ് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു ലോങ് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. അതേപോലെ തന്നെ ഈ ലെവലിന്റെ താഴെ ഒരു നല്ല രീതിയിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് അവിടെ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഇതിന്റെ താഴെ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൺസിഡർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനിയിപ്പം അപ്സൈഡിലേക്ക് നിങ്ങൾ മാർക്ക് ചെയ്യേണ്ട ലെവൽസും നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞതാണ്. 1,23,200 ലെവൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക റെസിസ്റ്റൻസ് ആയിട്ട്. അതേപോലെ 23,355 മുതൽ 23,386 വരെയുള്ള ലെവല് നിങ്ങൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ 23,450 ആ ലെവൽ. അപ്പൊ വരും അടുത്ത ആഴ്ചയിലൊക്കെ മാർക്കറ്റ് ഈ ലെവലിലൊക്കെ മുകളിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 23,600 റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ 23,733. പിന്നെ ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ ഈ ലെവലാണ് 23,841 മുതൽ 23,929 വരെ ലെവല്. അപ്പം ഇവിടുന്നും പ്രൈസ് വന്നു കഴിഞ്ഞാൽ, പ്രൈസ് റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു താഴേക്കുള്ള എൻട്രി പ്ലാൻ ചെയ്യാവുന്നതാണ്. Okay. അതേപോലെ ഞാൻ നേരെ മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിലേക്ക് പോവാണ്. മാർക്കറ്റ് പ്രൊഫൈൽ ചാർട്ടിൽ നമ്മൾ ഇന്ന് പറയുന്ന പോലെ വാല്യേരിയ ഹൈ എന്ന് പറയുന്നത് 23,000 എന്ന് പറഞ്ഞ ലെവലാണ് ഇന്നത്തെ വാല്യേരിയ ഹൈ. അതുപോലെ തന്നെ 22,830 ലെവലാണ് വാല്യേരിയ ലോ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫാൾസ് ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു സൈഡ് വൈസിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ആദ്യത്തെ ഒരു 1 അവർ ഇതിന്റെ മുകളിൽ, ഈ വാല്യേരിയയുടെ മുകളിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റിന്റെ ഡയറക്ഷൻ മുകളിലോട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ട്രെൻഡിങ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ നാളത്തെ മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ഈ ഒരു വാല്യൂ ലോയുടെ താഴെയായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് താഴേക്ക് ഒരു ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു ട്രെൻഡിങ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ നമുക്കത് കറക്റ്റ് ആയിട്ട് പറയണമെങ്കിൽ നാളത്തെ ഓപ്പണിംഗ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും, എങ്കിലും ഒരു പോസിബിലിറ്റി ആണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ ഈ ഒരു വാല്യൂ ഹൈയും ലോയും മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റ് ജസ്റ്റ് മുകളിലോട്ട് ഒരു ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പി ഒ സി നിങ്ങൾ മാർക്ക് ചെയ്യുക 22,867. അപ്പൊ മാർക്കറ്റ് ഈ ഒരു ഹൈയിലേക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ബാക്കിയുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ
നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുപോലെ തന്നെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, നമ്മളിപ്പം ഗ്രൂപ്പിൽ പലപ്പോഴും നമ്മൾ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്സൈഡ് പോകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പം നിങ്ങൾ അവിടെ നോട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു 5 മിനിറ്റിന്റെ ക്യാൻഡില് ബോഡിയോട് കൂടി ക്ലോസ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ ഒരു എൻട്രി പ്ലാൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പം ജസ്റ്റ് വിക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ബ്രേക്ക് ഔട്ട് ആകും. അപ്പൊ ഒരു ബോഡി ക്ലോസ് ചെയ്ത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു സൈഡിലേക്ക് നമുക്ക് ഒരു എൻട്രി പ്ലാൻ ചെയ്യാം. നമ്മൾ സാധാരണ ഗ്രൂപ്പിൽ പറയുന്ന ലെവൽസ് ഒക്കെ അത്യാവശ്യം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം അതിന്റെ ബേസ് ഇപ്പം മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഒരു അഡ്ഡമണി ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. അത്യാവശ്യം ഒരു മിനിമം ഒരു 20-25 പോയിന്റ് ഒക്കെ ക്യാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സ്റ്റോപ്പ് ലോസും ചെറിയ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. മിനിമം ഒരു 20 പോയിന്റ് ഒക്കെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുക. ആ രീതിയിൽ നിങ്ങൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അപ്പൊ കുറച്ച് ദിവസം പേപ്പർ ട്രേഡിങ് കാര്യങ്ങൾ ചെയ്തിട്ട് അത്യാവശ്യം നമ്മുടെ ഗ്രൂപ്പ് ലെവൽസ് നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ അതുപോലെ തന്നെ ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് നിഫ്റ്റിയിൽ ഒരുപാട് ലോട്ട്സ് ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ഒന്നോ രണ്ടോ ലോട്ട് ചെയ്യുക. ഓക്കെ. അപ്പം നിങ്ങൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കുക. അതുപോലെ തന്നെ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ ആൻഡ് ഓർഡർ ഫ്ലോയുടെ പുതിയൊരു ബാച്ച് ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.